ഇന്ന് കഴിഞ്ഞ +1 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. അപ്പം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ആരായിരുന്നു? ബി.ആർ. അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിവരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ അമെൻമെൻറ്റ് പ്രൊസീജിയർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ആർട്ടിക്കിൾ 368 ആണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം ഡാഷ് ആകുന്നു. മൂന്നാമത്തെ ചോദ്യമാണ്. ഡാഷ് ഈസ് ദ അപ്പർ ചേംബർ ഓഫ് ദ ഇന്ത്യൻ പാർലമെൻറ്റ്? ഏതാണ്? രാജ്യസഭയാണ്. നാലാമത്തേത് ഒരു ചേരുംപടി ക്വസ്റ്റ്യനാണ്. ഹിന്ദു സ്വരാജ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. രാമായണ റീടോൾഡ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഒബ്രയ് മേനോനുമായി ബന്ധപ്പെട്ടതാണ്. സാത്താൻ്റെ വചനങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? സാത്താൻ്റെ വചനങ്ങൾ സൽമാൻ റുഷ്ദിയുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് എന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ദീപ ഗുപ്തയുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുമായി ബന്ധപ്പെട്ടതാണ്? നെൽസൺ മണ്ടേലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഞ്ചാമത്തേത് ഒരു ചാർട്ട് തന്നിട്ട് ഇത് പൂരിപ്പിക്കാൻ പറഞ്ഞേക്കുന്നതാണ്. ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന സൂചിപ്പിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക. സുപ്രീം കോടതിയും സബോർഡിനേറ്റ് കോടതികളും തന്നിട്ടുണ്ട്. അവിടെ ചേർത്ത് എഴുതേണ്ടത് ഏതാണ്? സുപ്രീം കോടതിയുടെ താഴെ ഏതാണ് വരുന്നത്? ഹൈക്കോടതിയാണ് വരുന്നത്. അതിന് താഴെ ജില്ലാ കോടതിയാണ് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ചുരുക്കെഴുത്തിൻ്റെ പൂർണ്ണ രൂപം എഴുതുക. PIL ആണ് തന്നേക്കുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് ഉത്തരം വരുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അത് കുറച്ചൊരു ടഫായിട്ട് എളുപ്പം എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും. ഏഴാമത്തേത് പട്ടിക തിരിച്ചെഴുതാനാണ് തന്നേക്കുന്നത്. അതും ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, തദ്ദേശ സർക്കാരുകളുടെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഹൂ ഈസ് ദ ഫാദർ ഓഫ് ദ ലോക്കൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ? ആരാണ്? റിപ്പൺ പ്രഭു ആണ്. റിപ്പൺ പ്രഭു ആണ് വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡൻ്റാണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്.